ഹായ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സുപ്രഭാതം. നമ്മുടെ കങ്കുവ എന്തായെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ സത്യമായിട്ടും കുറെ തെറികളും കുറെ ചീത്തകളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു കമന്റിൽ. പക്ഷെ ഏകദേശം എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിന്റെ അവസ്ഥയെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരും വല്ലാതെ നമ്മളെ എതിർത്ത് സംസാരിക്കാനൊന്നും വന്നിട്ടില്ല. കാരണം എല്ലാവരും കണ്ട എല്ലാവരുടെയും ഒരു രോഷമാണ് അതിലൂടെ ഞാനും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അത് കണക്ട് ആയതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൊതുവേ നമ്മളങ്ങനെ ഇഷ്ടപ്പെടുത്ത് പറയുമ്പോൾ കുറച്ചാളുകളും വന്നിട്ട് വെറുതെ ചില കമന്റുകൾ ഇടാറുണ്ട്. അത് ഉണ്ടായിട്ടില്ല. താങ്ക് യു. നിങ്ങൾക്കും അതേ ഫീലാണ് കിട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇന്നലെ അശ്വന്ത് ഗോക്കിന്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്കിന്റെ ഒരു വീഡിയോ ഞാനും കണ്ടു. കീട്ടിലെ വീഡിയോ ആയിരുന്നു. നല്ല സൂപ്പർ. പുള്ളിക്കാരന്റെ എവിടുന്നോ കുറച്ച് സാധാരണ ചെയ്യണ പോലെ മേക്കപ്പും ബാംബു ബോയ്സിലെ പോലത്തെ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് പരിപാടി അടിപൊളിയായിരുന്നു. പടം സിനിമ കണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് പരസ്പരം പറഞ്ഞതുമാണ് ഇത് അശ്വന്ത് ഗോക്ക് ഒരു വരവ് വരും എന്നുള്ളത്. അത് നമുക്ക് ഉറപ്പന്നെയായിരുന്നു. പുള്ളിക്കാരൻ പക്ഷെ നൈറ്റ് ഒക്കെ വരുന്ന വിചാരിച്ച് നേരത്തെ തന്നെ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോ അത് അടിപൊളി വീഡിയോ ആയിരുന്നു. ഇനി ഞാനിവിടെ വെക്കാൻ പോണത് PK ട്രോളിന്റെ ഒരു വീഡിയോ ആണ്. ഇത് വെക്കാനുള്ള കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞു തമിഴ്നാട്ടിൽ വൻ ഹിറ്റാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ, നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഒന്നും പറ്റാത്തത് എന്നൊക്കെ. ഈ മലയാളികൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ആർക്കും അത് പറ്റാൻ ചാൻസ് ഇല്ല. കാരണം സിനിമയുടെ കാര്യത്തിൽ നമ്മുടെ പ്രേക്ഷകര് അമ്മാതിരി ഹെവിയാണ്. അവര് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി സിനിമ കാണുന്ന ആളുകളാണ്. ഈ സ്ക്രിപ്റ്റിങ്ങിലൊന്നും ഒന്നും ഇല്ലാണ്ടെങ്കിൽ മലയാളികൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി തമിഴ്നാട്ടിലത്തെ കാര്യമല്ലേ, അപ്പൊ ശരിയാക്കി തരാം. ഇതില് എല്ലാം ഉണ്ട് കേട്ടോ, മൊത്തം ഉണ്ട്. ഇവിടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും കണ്ടിട്ടില്ലാത്തവർ ഇവിടെ കമോ റെഡി. കങ്കുവൊക്കെ തമിഴ്നാട്ടിൽ മൂക്കുകാലത്തുള്ള വീഡിയോ കേട്ടോ. സൂര്യ ഫാൻ. മനു എങ്ങനെയുണ്ട്? സാരമില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അല്ലെങ്കിൽ ശിവയുടെ പടം ഇങ്ങനെയായിരിക്കും അറിയായിരുന്നു. സൂര്യക്ക് വേണ്ടി വന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ അവരാതെ പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല സത്യം. ഒരു കണ്ടിന്യൂറ്റി, ഒരു ഒഴുക്കും ഒരു ഫ്ലോയും ഒന്നും ഇല്ലാത്തൊരു പടം എടുത്ത് വെച്ചേക്കുന്നത്. ഈ സിനിമ കാണാൻ പോണവര് രണ്ടു കെട്ട് പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അത്ര നല്ലത്. കാരണം ഫുൾ അലർച്ചയും ബഹളവും മാത്രമേ ഉള്ളൂ. തൃപ്തിയായല്ലോ നിനക്ക്? അന്ന് രാവിലെ വേഗം പിടിച്ചോണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. അയ്യോ, ശിവേനെ സമ്മതിക്കണം. കഥ ശിവ പാസം വിട്ടൊരു പിടിയില്ല. അണ്ണാത്തെ ഇത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. പടം എടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ നോക്കി വേണം പടം എടുക്കാൻ, മനസ്സിലായില്ലേ? അന്നാ ടിക്കറ്റ് ഇടാൻ 480 രൂപ കൊടുത്താൽ ടിക്കറ്റ് 480. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസ 480 രൂപ. എനിക്ക് ആര് തരും? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നിനക്കിത് വേണം. എന്തൊക്കെയാ നീ പറഞ്ഞത്? என்னை பொறுத்த வரைக்கும் என்கேஜிங்கா இருக்கிற என்டர்டெயின்மெண்டா இருக்க ஆடியன்ஸ் மைண்ட்ல வச்சு எடுக்கிற திரைப்படம் இருக்கு. அந்த மாதிரி ஒரு கதைக்களம் தான் கங்குவா திரைப்படம். இப்போ வந்து ஒரு கேம் ஆஃப் த்ரோன்ஸ் பார்க்குற போது சரி, ஒரு எக்ஸ்ட்ரானரியா எனக்கு திருப்தியா ஒரு படம் பண்ணியிருக்காங்க ஒரு ஃபீல் இருக்கு. இதுல வந்து ஒரு ப்ரீக்வல் பண்றதுக்கும் சீக்வல் பண்றதுக்கும் ஒரு சீரீஸ் பண்றதுக்கும் நிறைய ஸ்கோப் இருக்க மாதிரி ஒரு கதை. நிறைய எக்ஸைட்மெண்ட் இருக்கு. அவருடைய ஃபேன்ஸுக்கு ஒரு அழகான ஒரு எக்ஸைட்மெண்ட் இருக்கு படம் கொடுக்கணும். 70% படம் வந்ததுக்கு அப்புறம் நான் தெரியும்பா இது செமையா இருக்கும்னு சொல்லுவாங்க. அந்த 30% டவுட்ல இருந்தாங்கல்ல, அவங்க தான் பயங்கரமா பாராட்டுவாங்க. சோ அவங்களோட பாராட்டு எனக்கு கிடைக்குங்கிறது என்னுடைய நம்பிக்கை. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഞാനവരൊക്കെ തകർന്നു പറയുന്നതാവും ശരി. எனி கிரியேட்டர், எனி டைரக்டர் ഇപ്പം പറഞ്ഞാണ് നമുക്ക് സഹിക്കാൻ ஃபிலிம் പറ്റും. இண்டஸ்ட்ரி வாயை பொளந்து பார்க்க போறாங்க. அண்ட் சொன்ன மாதிரி വായ പൊളந்து பார்க்க தீபாவளியா போறாங்க. இருக்கும்போது நம்ம எல்லாருக்குமே நெருப்பு மாதிரி இருக்கும். അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. ആ മൂട്ടിൽ നെരുപ്പെട്ട മരിയാണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടോ? ഇത് ശരിയാവും. സത്യം ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പടം സുത്തമാ വേസ്റ്റ് ബ്രോ. ടിക്കറ്റ് എടുത്തായിരുന്നു വന്നാൻ ബ്രോ. അതല്ലേ ഞാൻ ഇന്ന് കേറി பார்த்தா சரி 190 ரூபாய்க்கு நல்லா தூங்கிட்டேன். നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ട് ആക്കിയതാ. சூர்யா வந்து சொன்னாரு It will be a never seen before experience
இந்த தியேட்டர். அப்படி பேசினார் படம் மாசா இருக்கும் அது இருக்கும்னு பார்த்தா படம் குப்பை வேஸ்ட். இது பார்ட் 2 வேற எதுக்கு எடுக்கிறாங்கன்னே தெரியல. நல்லா இல்லைங்க. സൂര്യയുടെ കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റും. എന്താപ്പോ நல்லா இல்லைங்க. சத்தியமா பார்க்க முடியாது. 1000 crore எதிர்பார்க்கலாம். நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore-ன்னு அப்செட் பண்றீங்க? ஐயோ சாரி சார். ப்ரோ ஒரு 50 கோடி வந்தாலே பெரிய விஷயம் ப்ரோ. 2000 கோடில வேணாம். ஐயோ ஒரு பாட்டையும் உட்கார முடியல. நீங்க செகண்ட் பாட்டு ரொம்ப கஷ்டம். ஒரு கலாகாரன் இவமாதிரி வளர விடலோ. சிறுசதி சிவா எப்பவுமே ஒரே மாதிரி தான் பண்றாரு. அதே மாதிரி சூர்யாவை செஞ்சு விட்டாரு. அவ்வளவுதான். കലാബോധം ഇല്ലാത്ത കൊലപാതകളാ ഈ ഏരിയ മുഴുവൻ. ഞാൻ ഒഴിച്ചു. அப்ப வந்தான் தலைவர் அவன். சூர்யா வருஷன் எல்லாம் பீ மட்டும் படமா இது மயிராட்டேக்குது படம். இவன் வந்து கூட்டு வந்துட்டான் ப்ரோ. பிரெயின் வாஷ் பண்ணி எந்த படமே போல ரீசெண்டா. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. வேட்டையன் படமும் போல சூத்த மூடி வீட்டுல இருந்தேன். இவன் இருக்கான் பாரு. ஆன்லைன் டிக்கெட் புக் பண்ண வச்சு 260 ரூபாய் ப்ரோ டிக்கெட். பூரா பத்தி இவனுக்கு தான் காசு தரணும். 260 ரூபாய் காசு வேற இல்ல என்கிட்ட. எதுக்கு நான் வந்தேன்? படம் ஃபுல்லா ப்ரோ கத்துறான் 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 கத்தினே இருக்கிறான். പടം മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പടം. പടയല്ല പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ട്. எதுக்கு 3 மணி நேரம் கொத்த தாள் எடுத்துட்டானுங்க ப்ரோ. செகண்ட் ஹாஃப் மயிறு ப்ரோ. ஃபர்ஸ்ட் ஹாஃப் ஒரு மயிறு, செகண்ட் ஹாஃப் டபுள் மயிறு. கத்தினா கங்குவான் வெகையாவது உட்கார்ந்துங்க. கங்குவா கங்குவா கங்குவான் கத்திங்கனே கிடக்கான். பைது அவனே அவன் பேய கத்திக்கான். லூஸ் குதி மை டென்ஷன் ஆகுது. நானும் இந்த படம் சத்தியமா தோட. இது விவேகம் பார்ட் 4 மாதிரி இருக்கு ப்ரோ. ஃபிளைட்ல இப்படியே தொங்குறான். எவ்வளவு நேரம் தொங்குறான்? நான் இப்படியே தொங்குறேன் இப்படியே தொங்கினேன் ப்ரோ ஃபிளைட்ல. படம் பார்க்க வரவங்களுக்கு ஒரு என்டர்டெயின்மெண்ட்டோட சேர்ந்து ஒரு எக்ஸ்பீரியன்ஸாகவும் இருக்கணும். அதுதான் அவங்க 2.5 மணி நேரம் நமக்கு கொடுக்குறாங்க இல்லைங்களா? காலையில என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் சோதிக்கிறாங்க. பொழுது விடிய விட மாட்டேங்கிறாங்களே ஐயா. ഞാനത് കണ്ടുവെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. ഇത്ര കോടി 300 കോടി റുപ്യോ? ആദിപുരുഷ് മറ്റേ അൾട്രാ ബോംബാണ്. ഇൻക്ലൂഡിംഗ് പ്രൊമോഷൻസ് 400 crore. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. இது மொத்தம் ஒரு 5-6 ஸ்கிரிப்ட் இருக்கு சார். கங்குவா மாதிரியே. അയ്യോ അവന് കിട്ടിയതൊന്നും ஜானர்ல ரொம்ப இன்ட்ரெஸ்டிங்கான பேக்ட்ராப்ல எனக்கு ஒரு 5-6 ஸ்கிரிப்ட் வச்சிருக்கேன் சார். அது ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക് അവിടെ വെക്കട്ടെ അവിടെ വെക്കട്ടെ അവിടെ വെച്ചേക്ക് അവിടെ വെച്ചേക്ക്. പോ 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 പോ. காட் வில்லிங் காட் ஸ்பீட் ஒவ்வொன்றா அடுத்தடுத்து பண்ண ஆசைப்படுறேன் சார். അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് വാഴും. കൃഷ്ണ എന്തേ ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടു. പോയിടാ അവിടെ. അവന്റെ ഒരു വെറൈറ്റി. അടുത്ത രംഗം എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സൂര്യ മനസ്സിലുണ്ട്. അല്ല ഇതില് കറക്റ്റ് എന്തെന്നറിയോ, ഈ സൂര്യ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എന്റെ മുമ്പിൽ ഓരോ വീഡിയോ എടുത്താലും അറിയാൻ പറ്റും. സൂര്യ പുള്ളി പറഞ്ഞ പുള്ളിയുടെ കോൺഫിഡൻസ്, അതിലാണ് നമ്മൾ വീണുപോയത്. നെവർ സീൻ ബിഫോർ തമിഴ് സിനിമ നെക്സ്റ്റ് ലെവലിൽ വെക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഈ രീതിയിലായിരിക്കും വിചാരിച്ചില്ല. പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, പക്ഷെ ഈ രീതിയിലായിരിക്കും വിചാരിച്ചില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന തരണമായിരുന്നു. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് വെക്കും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് നെക്സ്റ്റ് ലെവൽ ആയിരിക്കും, അല്ലെങ്കിൽ നെവർ സീൻ ബിഫോർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയണമായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ചു പോയി. ഞാൻ 100% സൂര്യ എന്ന് പറയുന്ന മനുഷ്യൻ ഓരോ ഓഡിയോ ലോഞ്ചിലും ഓരോ പ്രസ് മീറ്റിലും ഫാൻ മീറ്റിലൊക്കെ വന്നിരുന്ന് തള്ളി മറിച്ചത് മാത്രം വിശ്വസിച്ചാണ് പോയത്. ഇത്രയും വലിയ തള്ളു സൂര്യയുടെ വായിന്ന് വരുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത്ര വേദന ഉണ്ട് ആ ഒരു കാര്യത്തിൽ, സീരിയസ്ലി. കാരണം ശിവ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും കമന്റിൽ ബ്രോ ഇത് ശിവയാണ്, വിശ്വസിക്കരുത് ബ്രോ ശിവയാണ്, ഇതിപ്പോ ആളും പാസം വാരി വിതറും അപ്പിട്ട് എറിയും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞത് ഇല്ല, സൂര്യ പറയുന്നുണ്ടല്ലോ, സൂര്യ അങ്ങനെ പറഞ്ഞതിന് മുമ്പ് കണ്ടിട്ടില്ല, പുള്ളി ഇത് സിനിമ കണ്ടിട്ടാണല്ലോ പറയണത്. അതോ ഇനി സൂര്യ സിനിമ കണ്ടിട്ടില്ലേ, സെറ്റിലെ ആ ഒരു വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ വിശ്വസിച്ചു പോയതാണോ എനിക്കറിയില്ല. എന്ത് മായാണോ മന്ത്രാണോ ഒരാൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാലെങ്കിലും
നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റും തോന്നുന്നു. കാരണം അത്രമാത്രം ചാർലി ഫ്ലോപ്പ് പടം. 300 കോടി, കുറെ ആൾക്കാർ പറഞ്ഞു 400 കോടി എന്നല്ല 300 കോടി തള്ളരുത്. 300 കോടി പ്ലസ് ഇൻക്ലൂഡിങ് പ്രൊമോഷൻസ് ഇത് അറൌണ്ട് 400 crores എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കറക്റ്റ് ആയിട്ടൊന്നും വിട്ടിട്ടില്ല. പിന്നെ 2000 കോടി കളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ GST അടക്കം പുറത്തു വിടുന്നൊക്കെ ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. അതൊന്ന് വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും, എത്രമാത്രം കിട്ടിയെന്ന് അറിയാം. പിന്നെ കളക്ഷൻ ചിലപ്പോ ആ ഒരു നഷ്ടപ്പെടെങ്കിലും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നു. കാരണം 300 കോടിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ട്. 300 കോടിയൊക്കെ നഷ്ടം വരെ എന്ത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തായിരിക്കും എനിക്കറിയില്ല. പക്ഷെ ഒരു സിനിമയ്ക്കാണ് ഈ 300 കോടി നഷ്ടമാണത്. ഇത് ഭയങ്കര നഷ്ടമാണ്. ആ മുതൽ മുടക്കെങ്കിലും പാവപ്പെട്ട പ്രൊഡ്യൂസർക്ക് തിരിച്ചു കിട്ടട്ടെ. നിങ്ങളുടെ ഓവർ കോൺഫിഡൻസും സംഭവമൊക്കെ ഇതോടെ നിർത്തുക. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം. അത്രയും നഷ്ടം വരാനൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു അതിനോട് അടുത്ത് നിൽക്കുന്ന എമൗണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടായിരിക്കും. ലാഭം എന്തായാലും കിട്ടാൻ ഒരു ചാൻസും കാണുന്നില്ല. പിന്നെ ഇത് ഇത്രയും വലിയ തള്ളിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും മുൻകൂട്ടി. അപ്പൊ അതിന്റെ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കൊണ്ട് ഇവരൊക്കെ ഇത് പറഞ്ഞത് ഇവർ കണ്ടപ്പോൾ കിളി പറയും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എങ്ങനെങ്കിലും ആളെ തള്ളി കയറ്റുക എന്നുള്ളൊരു മൈൻഡിലായിരിക്കും ചിലപ്പോൾ ഇമാതിരി തള്ളൊക്കെ തള്ളു. പക്ഷെ എന്റെ ലൈഫിൽ കേട്ട ഏറ്റവും വലിയ തള്ളട്ടോ കങ്കുവിന്റെ തള്ളുകൾ ഭയങ്കരം തന്നെ. എന്റെ പൊന്നോ, നിങ്ങൾ ഇനിയും കാണാത്തവരുണ്ടോ? കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അത് ഇന്നൊക്കെ നാളെ ബുക്ക് ചെയ്ത് പെട്ടിരിക്കുന്നവരുണ്ടോ? അല്ല എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഈ പടം ഞങ്ങൾ കണ്ടിരിക്കും എന്ന് പറയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഒന്ന് അറിയിക്കണം, അറിയാനാണ്.